ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ നമ്മളെ ജീവനോടെ കാത്തുപരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തേക്കുള്ള വായന ഭാഗം എസ്തേറിൻ്റെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 ശമൂവേൽ 11 അധ്യായം 3 വാക്യം. അവൾ എലിയാമിൻ്റെ മകളും ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബത്ത്ശേബ എന്ന് അറിഞ്ഞു. ജ്ഞാനിയായ ശലോമോനെ പ്രസവിച്ച അമ്മ എന്ന ബഹുമതി നേടുവാൻ ഭാഗ്യമുണ്ടായ സ്ത്രീരത്നമായിരുന്നു ബത്ത്ശേബ. ദാവീദ് രാജാവിൻ്റെ ഇഷ്ടഭാര്യയും താൻ ഏറെ മോഹിച്ചു വിവാഹം കഴിച്ച സ്ത്രീയുമായിരുന്നു ബത്ത്ശേബ. ഷേബയുടെ മകൾ അഥവാ ശബദത്തിൻ്റെ മകൾ എന്നോ സമൃദ്ധിയുടെ മകൾ എന്നോ ഒക്കെയാണ് ബത്ത്ശേബ എന്ന പേരിൻ്റെ അർത്ഥം. 2 ശമൂവേൽ 11 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ എലിയാമിൻ്റെ മകളെന്നും 1 ദിനവൃത്താന്തം 3 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ അമ്മിയേലിൻ്റെ മകൾ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ബത്ത്ശൂവ എന്നും പേർ കാണപ്പെടുന്നുണ്ട്. രാജ്യത്തോടും രാജാവിനോടും ദൈവത്തോടും കൂറു പുലർത്തിയ വ്യക്തിയും ഹിത്യനായ ഊരിയാവും ആയിരുന്നു ബത്ത്ശേബയുടെ ആദ്യ ഭർത്താവ്. ഇവരുടെ താമസം ദാവീദിൻ്റെ അരമനയുടെ താഴെ മലഞ്ചെരുവിൽ ആയിരുന്നു. 2 ശമൂവേൽ 11 അധ്യായം വായിച്ച് ചുവടെ പറയുന്ന ചോദ്യങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കുക. ഒന്നാമതായിട്ട്, ബത്ത്ശേബ സുന്ദരിയും ബുദ്ധിമതിയും ആയിരുന്നു. എന്നാൽ ഇതിൽ ഏത് ഗുണമാണ് അവൾക്ക് ഏറെ പ്രയോജനപ്പെട്ടത്? 2, ദാവീദ് അവളെ ആദ്യം കാണുമ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാൾ ആയിരുന്നു? 3, രാജാവ് ആളയച്ച് അവളെ വിളിപ്പിക്കുമ്പോൾ കൊട്ടാരത്തിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും ബത്ത്ശേബയ്ക്ക് ഉണ്ടായിരുന്നോ? 4, രാജാവിൻ്റെ ബലാത്സംഗത്തിനിരയാകാതെ രക്ഷപ്പെടുവാനായി അവൾ ശ്രമിച്ചിരുന്നു. 5, ഈ സംഭവം അവളുടെ വിവാഹ ജീവിതത്തെ ബാധിച്ചുവോ? 6, ഊരിയാവ് പട്ടണത്തിൽ എത്തിയത് അവൾ അറിഞ്ഞിരുന്നോ? 7, ഭർത്താവിൻ്റെ മരണവാർത്തയെ എങ്ങനെയായിരിക്കാം അവൾ നേരിട്ടത്? 8, പുതിയ ജീവിതം അവളിൽ എന്തു മാറ്റമാണ് വരുത്തിയത്? 9, ശലോമോനെ രാജസ്ഥാനത്തെത്തിക്കുവാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? 10, ബത്ത്ശേബയുടെ ജീവിതം നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ്? 2 ശമൂവേൽ 12 അധ്യായം 24 വാക്യത്തിൽ യഹോവ അവനെ അഥവാ ശലോമോനെ സ്നേഹിച്ചു എന്ന് കാണുന്നു. 1 രാജാക്കന്മാർ 3 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിനു ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മകൻ ഇത്രയും ഉന്നതിയിൽ എത്തിയെങ്കിൽ അതിനു പിന്നിലെ മാതാവിൻ്റെ അധ്വാനം വളരെ വലുതാണ്. മകനെ കാണാൻ വന്ന അമ്മയെ ശലോമോൻ സ്വീകരിച്ച് സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരുത്തി ബഹുമാനിക്കുന്നു. വിശ്വസ്ത ഭാര്യയും ഉത്തമ മാതാവുമായിരുന്നു ബത്ത്ശേബ. ബത്ത്ശേബ എന്ന മാതാവിൻ്റെ ജീവിതത്തിലെ നല്ല മാതൃകകൾ പിൻപറ്റുവാൻ നമുക്കും സഹായകരമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരാകുവാനും കടമകൾ യഥോചിതം അനുവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.